ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കാവേ. പിള്ളേർ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി ഇനി ഉച്ചക്കത്തെ പരിപാടികളാണ്. ആദ്യം അവിയലാട്ടോ ഉണ്ടാക്കുന്നത്. അവിയലിന് അരിയുമ്പോൾ ഞാൻ ഇച്ചിരി വൻപയർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കുക്കറിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. അതുപോലെ ഞാൻ ഈ അവിയലിനുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തക്കാളിക്കായും കൂടെ കൂടി അതിൻ്റെ അകത്തോട്ട് തന്നെ അരിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് അരിയാൻ വെക്കുകയല്ലേ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വേകാനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യണേ. ചെറുതീയിൽ മൺചട്ടിക്കകത്ത് വെച്ചേക്കുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവേ. പിന്നെ നമുക്ക് തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കരിയാപ്പില, ചെറിയ ജീരകം, ഇച്ചിരി കടുകും മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ഒന്ന് അരച്ചെടുക്കണേ. ഒരുപാടങ്ങ് ഫൈനായിട്ട് അരയണ്ട കേട്ടോ. അതുപോലെ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകുമെന്ന് ഞാൻ പറഞ്ഞു, അവിടെ ശ്രദ്ധ വേണേ. ഇനി ഇതിന് വേവെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് വേകുന്ന കേട്ടോ അതിൻ്റെ കറക്റ്റ് അളവേ. ഇനി ഇത്രയും അരയണ്ട കേട്ടോ. ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ട് ഇച്ചിരി അരഞ്ഞു പോയേ. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ക്യാരറ്റ് വെന്തോന്ന് മാത്രം നോക്കിയാൽ മതിയേ. അന്നേരത്തിന് ബാക്കി ചേരുവകൾ ഏറ്റവും വേവുള്ള സാധനം അതാണെന്നാണ് പറയുന്നത്. നമ്മുടെ വൻപയർ 2 വിസിലടിച്ചെങ്കിലും ഇച്ചിരി കൂടെ വേകണം. അപ്പോൾ ഞാൻ ഇനി ഒരു എയറിൽ വെക്കത്തേ ഉള്ളൂ, വിസിലടിപ്പിക്കത്തില്ല കേട്ടോ. ചെറിയ തീയിലൊന്നും വെച്ചാൽ മതി, അപ്പോൾ അത് കറക്റ്റ് വേവിന് കിട്ടുവേ. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പും കൂടെ ഒന്ന് അരച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ചെറു തീയിൽ ഇത് കുക്ക് ചെയ്തെടുക്കാവളെ. പിന്നെ വെജിറ്റബിളിന് ആവശ്യം വെള്ളം ഉണ്ടല്ലോ. ഇനി വൻപയറിൻ്റെ കേട്ടോ. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും കുരുമുളകും ഇത്രയും സാധനം ചോപ്പ് ചെയ്തെടുക്കുവേ. എണ്ണ ഒഴിച്ച് കടുകും എല്ലാം പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ വൻപയർ കറക്റ്റ് അളവിൽ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിട്ടാൽ മതിയേ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരപ്പ് വെച്ചേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് അപ്പുറത്തെ അടുപ്പിലോട്ട് എടുത്ത് വെച്ചായിരുന്നേ. അരപ്പിട്ട് മൂടി വെച്ചല്ലോ, അതൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇനി നമ്മുടെ ഈ വൻപയറിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി വറ്റൽമുളകല്ലേ ഇട്ടുള്ളൂ, ഇച്ചിരി എരിവിനുള്ള കാശ്മീരി ചില്ലിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വൻപയറും ഇട്ട് നല്ലപോലെ ആവശ്യത്തിന് വേണ്ടുന്ന പോലെ ഉപ്പും ഇട്ട് വെച്ച് ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം വറ്റി കഴിഞ്ഞെങ്കിലാണ് നമ്മുടെ അരപ്പ് എല്ലാം കൂടെ കൂടി നമ്മുടെ വൻപയറെ പിടിക്കത്തുള്ളേ. ഇപ്പോഴത്തേനും നമ്മുടെ അവിയലും റെഡിയായി കേട്ടോ. അവിയലിൻ്റെ വെള്ളം എല്ലാം വറ്റി സെറ്റായേ. ഇനി നമുക്ക് ഈ കരിയാപ്പില ഇച്ചിരി ഈ വാങ്ങാൻ നേരത്തെ ഇങ്ങനെ പിച്ചി പറിച്ചിടണം ചൂടോടെ. വേണേ ആ കൂടെ ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഞാനിന്നിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇനി നമ്മളൊരു മോരുകറിയും കൂടെ വെക്കുന്നുണ്ടേ. മോരൊക്കെ അടിച്ചെടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. മോര് കാച്ചി എടുക്കുക, കറിയല്ല, തേങ്ങ അരയ്ക്കുന്നില്ലേ. അതിന് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കരിയാപ്പിലയും ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. മോരിന് ഇച്ചിരി പുളിയുണ്ട്. പിന്നെ 2 വറ്റൽമുളകും വേണം കേട്ടോ. അത് അരിഞ്ഞാട്ടോ എടുക്കുന്നത്. അന്നേരത്തേനും നമ്മുടെ വൻപയർ അപ്പുറം ഇരുന്ന് നല്ല സൂപ്പറായിട്ട് ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് ഇച്ചിരി ഉലുവായും കൂടെ പൊട്ടിച്ച് വെച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന അരപ്പെല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തേച്ച് ഇളക്കി ഇതിൻ്റെ പച്ചച്ചവ പോയാൽ മാത്രം മതിയേ. മഞ്ഞൾപ്പൊടി ഇട്ട് ഒരിച്ചിരി കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. ഇതിവിടെ ചുമ്മാ കുടിക്കും ഈ മോരെ, ഭയങ്കര ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഒന്ന് പച്ചച്ചവ മാറിയാൽ മാത്രം മതി, വേവിച്ച് കളയരുതേ. മോര് ഒഴിച്ച് വെച്ച് ചെറിയ തിള വന്ന മോരുകറി റെഡിയായി കേട്ടോ. ഇന്ന് ഇത്രയും ഉണ്ടാക്കുന്നുള്ളൂ, ഇത്രത്തെ പരിപാടികളുള്ളൂ ഇന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. വീണ്ടും കാണാവേ.